ഹായ് ഹലോ, ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ മന്തിയുടെ റെസിപ്പി കാണാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇനി വേറൊരു പാനിലേക്ക് 5-6 ഏലക്ക, അതുപോലെ തന്നെ ഒരു 10 പീസ് ഗ്രാമ്പു, 1 പീസ് പട്ട, 3/4 ടീസ്പൂണ് നല്ല ജീരകം, പിന്നെ 1.5 ടീസ്പൂണ് മുഴുവൻ കുരുമുളക്, 1.5 ടീസ്പൂൺ തന്നെ നമുക്ക് മുഴുവൻ മല്ലിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അങ്ങനെ നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു മസാല വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ മന്തി തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് 1/2 കിലോ മട്ടൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലപ്പൊടി ഉണ്ടല്ലോ, അതിൽ നിന്നും പകുതി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മട്ടനിലേക്ക് നല്ലപോലെ തന്നെ മസാല പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 5-6 വെളുത്തുള്ളി ഇവയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മട്ടൺ നല്ലപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സമയം നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും അരി നല്ലപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മട്ടനും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മട്ടൻ വേവിച്ച് ഈ വെള്ളം നമുക്ക് റൈസിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് സൂപ്പാക്കിയിട്ടും തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വാടി തുടങ്ങിയാൽ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മട്ടൻ്റെ സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പിടിച്ച് വെച്ച മസാലയുടെ ബാക്കിയുണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മട്ടൻ്റെ സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ, അതിൽ നിന്നും പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബാക്കി പകുതി നമുക്ക് സൂപ്പാക്കിയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച മട്ടനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും കുറച്ച് എണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് നമ്മൾ റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ മാറ്റുന്നത്. കുറച്ച് പാത്രത്തിൽ തന്നെ ഉണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇനി നമുക്ക് റൈസ് നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളകൊന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ട് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മന്തിയൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ടാവും. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ മട്ടൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അതിനുശേഷം നമ്മൾ മട്ടൻ്റെ പീസും അതുപോലെ തന്നെ റൈസും ഒക്കെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ വേണ്ടില്ല, റൈസും ഇതൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.